എന്തല്ല സലീമ, ഞാൻ നിന്നെ നോക്കിയിട്ടാ വന്നേ. ഓ അതെയാ? നീയല്ലൊരു മനുഷ്യനാ സലീമ. നിൻ്റെ ഉപ്പ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ? അന്ന് മയ്യത്ത് നിസ്കാരത്തിന് അന്ന് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞേ ഉപ്പാൻ്റെ കടബാധ്യത ഉണ്ടെങ്കിൽ മക്കളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ ഏൽപ്പിച്ചല്ലേ. ആ പൈസ നിനക്ക് ഇതുവരെ തരാൻ കഴിഞ്ഞാൽ സ്വന്തം ഉപ്പ തരാനുള്ള പൈസ നീ ഏറ്റതല്ലേ? ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഉപ്പാൻ്റെ ബാധ്യത ഏറ്റെടുക്കുന്ന മോനായിട്ട് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചതാ നീ. ഒരു കൊല്ലം കഴിഞ്ഞില്ലടാ. അത് ഭായി, ഞാൻ കടം വീടാൻ വേണ്ടി ഏറ്റെടുത്ത് ശരി തന്നെയാണ്. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്നെടുത്ത് കടം വീടാനല്ല ഞാൻ ഏറ്റെടുത്തത്. ഉപ്പാൻ്റെ സ്വത്ത് ഭാഗം ചെയ്യാനുണ്ട്. ആ ഭാഗം ചെയ്തതിന് ശേഷം എനിക്ക് കടം വീടാൻ കഴിയും. ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ഒരു പെങ്ങളയിൽ വല്ലാണ്ട് ഇടങ്ങാറായിട്ടാണ്. അതുകൊണ്ട് വീതം വെക്കട്ടെ, വീതം വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കടം വീടും. ഉപ്പാൻ്റെ ആ കടം വീടാൻ വേണ്ടിയിട്ട് സ്വത്ത് വീതം വെക്കൊന്നും വേണ്ട. നീ ഇല്ലാത്തവനൊന്നല്ല, അതിനുള്ള ആസ്തിയെല്ലാം നിനക്കിപ്പോൾ ഉണ്ട്. സ്വത്ത് വീതം വെച്ചിട്ട് മരിച്ചുപോയ ഉപ്പാൻ്റെ കടം വീടാൻ കാത്തു നിൽക്കുന്ന നിന്നെ പോലത്തെ മക്കളുണ്ടല്ല, മരിച്ച ആ കബർ കിടക്കുന്ന മനുഷ്യനെ ശാന്തി കിട്ടൂലടാ. നിന്നെ പോലത്തെ ഈ ദുനിയാവിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യനെ ഞാൻ ആ പൈസ പൊരുത്തപ്പെട്ട് കൊടുത്താലോ, നിന്നെ പോലത്തെ ഈ മകൻ്റെ അടുത്തൊന്നും ആ പൈസ വേണ്ടി വരില്ലടാ.